പ്രൈസ് ദി ലോർഡ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അത് യേശു ക്രിസ്തുവിനെ പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ആരെ പോലെ ഇരിക്കുന്നത്? അങ്ങനെയാണ്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ സൃഷ്ടിച്ചു. പിന്നീട് എന്ത് പറ്റി? മനുഷ്യൻ എപ്പോഴും പ്രലോഭനത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അവൻ പ്രലോഭനം എന്ന് പറഞ്ഞാൽ സാത്താൻ പറയുന്നത് കേൾക്കുക. അങ്ങനെ സാത്താന്റെ വചനം കേട്ട് പ്രലോഭനത്തിൽ വീണ് പാപത്തിൽ വീണ് അവൻ അധപതിച്ചു പോയി. അപ്പൊ പാപത്തിൽ വീണ് സാത്താന്റെ സ്വരം കേട്ട് തിന്മയിൽ വീണ് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനെ ഇത് വീണ്ടെടുക്കാൻ എന്താ ചെയ്യേണ്ടത്? മനുഷ്യൻ തകർന്നു പോയി. അവന്റെ അവസ്ഥ പോയി. അവൻ മനുഷ്യനല്ലാതായി തീർന്നു. അവൻ എന്തായി? പിശാചിന്റെ വചനം കേട്ട് ആരെ പോലെയാകും? ആരെ പോലെയാകും? ദൈവത്തിന്റെ വചനം കേട്ട് ആരെ പോലെയാകും? പിശാചിന്റെ വചനം കേട്ടാലോ? ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആണോ? പിശാച് എന്താ ചെയ്യുന്നത്? ഒരുത്തിനെ നശിപ്പിക്കുക, ഒരുത്തിയെ നശിപ്പിക്കുക. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. അപ്പൊ സർവത്താന്റെ വചനം കേട്ട് അവൻ പറയുന്നവർ ചെയ്തപ്പോ അവന്റെ അതേ സ്വഭാവമായി. അതുകൊണ്ടാണ് ബ്ലൂ പ്രിന്റ് എന്താണ്? ബ്ലൂ പ്രിന്റ് എന്താണ്? മനുഷ്യൻ ആരെ പോലെയാണ് ദൈവം സൃഷ്ടിച്ചത്? അത് ആരെ പോലെയാണ്? യേശു ക്രിസ്തുവിനെ പോലെ. അതുകൊണ്ട് നമ്മുടെ ബ്ലൂ പ്രിന്റ് നശിച്ചു. ബ്ലൂ പ്രിന്റ് അല്ല, നമ്മുടെ സാത്താന്റെ വചനം കേട്ടപ്പോൾ നമ്മുടെ ആ കൃപയൊക്കെ പോയി. അതുകൊണ്ട് എന്ത് വന്നു? ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ ഈശോ ലോകത്തിലേക്ക് വന്ന് പിതാവിന്റെ വചനം അതേപടി അനുസരിച്ച് കുരിശു മരണം വരെ അവൻ അനുസരിച്ച് കുരിശിൽ മരിച്ചത് ആർക്ക് വേണ്ടിയാണ്? എനിക്കും നിനക്കും വേണ്ടി. ആ ഈശോയുടെ വചനമാണ് ഇതെല്ലാം നമ്മൾ കേട്ടത്. അത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ദൈവത്തിന്റെ വചനം, ഈശോയുടെ വചനം നമ്മളത് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ആ വചനം പറയുകയാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനുമാണ്. ദൈവത്തിന്റെ വചനം ഊർജ്ജസ്വരമാണ്. അത് നമുക്ക് ജീവൻ നൽകുന്നതാണ്. അത് നമ്മളെ രക്ഷിക്കുന്നതാണ്. അത് നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് നീ പാപം ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. നീ അനുഭവിച്ച് ഈശോയുടെ വചനം കേട്ട് വരിക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈശോയുടെ ആദ്യത്തെ വചനം എന്താണ്? അനുഭവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ തൊട്ടു മുമ്പിൽ ഈശോ ഇവിടെ ഇരിക്കുക. വചനം പറയുകയാണ്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. ഇപ്പൊ രണ്ട് വചനങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ഒന്ന് ഈശോയുടെ വചനത്തിന്റെ ശക്തി, രണ്ട് ഒരു തിയോളജി, ഒരു ദൈവശാസ്ത്രം. അതുകൊണ്ട് നശിച്ചുപോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ ബ്ലൂ പ്രിന്റായ ഈശോ രണ്ടാമത്തെ വ്യക്തി, ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി, അതുകൊണ്ടാണ് ലോകത്തിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കൈകൾ നന്ദി വിളിച്ച ഗായക സംഘത്തോട് ചേർന്ന് നന്ദിയോടെ ഞാൻ സ്തുതി പാടും. ദൈവം എനിക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈ ജീവിതത്തെ ഓർത്ത് ഒരുപക്ഷെ ഈ പാപം പോലും നിന്റെ ദൈവത്തിനെ കടുപ്പിക്കാൻ ഈശോയുടെ ആരാണെന്ന് കാണിച്ചു തരാൻ ദൈവം അനുവദിച്ചതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം നീ പ്രഘോഷിക്കണം. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ദൈവം തന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനും ആണെങ്കിൽ ഈശോ വന്നിരിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ദൈവം നന്ദി പറയുക. നിങ്ങൾ ആരും നശിച്ചു പോകണം ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. യോഹന്നാൻ 3:16 തന്റെ ഏകജാതൻ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ.